ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രത്തോളമാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ ഡ്രൈവിങ്. നിങ്ങളിപ്പോൾ ഓരോ ദിവസവും പത്രത്തിലും ന്യൂസിലും TV ചാനലിലെല്ലാം കാണുന്നതല്ലേ. ഇവിടെ അടുത്ത് ആലപ്പുഴ കണ്ടില്ലേ, ഒരു 5 കുട്ടികളാണ് മരിച്ചത് ആക്സിഡൻ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ ഡ്രൈവിങ് എന്താണ്, ഇതിൻ്റെ ഒരു വാല്യുവേഷൻ എന്താണ്? ഇത്രയും ആ ഒരു സംഭവം അത്ര വേഗത എന്ന് പറയില്ല, പക്ഷെ നമ്മൾ കാണുന്നതാണ്. ഓരോ പയ്യന്മാരും ഓരോ കുട്ടികളും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്താണെങ്കിലും അവരെന്താണോ ഡ്രൈവ് ചെയ്യുന്നത്, അവരെ മനസ്സ് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് അവർ ഓട്ടുന്ന വാഹനം. അതവരറിയാൻ കഴിയുന്നില്ലേ? അതവരറിയുന്നില്ലേ? ഞാൻ ഇത്രയും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് അവർക്ക് സ്വയം ഉള്ളിൽ ബോധമില്ലേ? ഇങ്ങനെ കൊണ്ടു നടക്കാൻ പാടുണ്ടോ? ഒരു വാഹനമല്ലേ, അതും ഇരുമ്പിന് ജീവൻ വെച്ച് ഓടുന്നൊരു വാഹനം. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, നമ്മുടെ ചിന്തയിൽ നിന്നും അധികം ദൂരത്തിലൂടെയാണ് ഈ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ബൈക്കിൽ പോകുന്നൊരു യുവാവാണെങ്കിലും ആരാണെങ്കിലും എന്തൊരു വേഗത്തിലാണ് പോകുന്നത്, അവർക്ക് പെട്ടെന്ന് എത്തണം. പക്ഷെ ഇതിനുള്ളിൽ അവരെ മുന്നിൽ കൂടെ വരുന്ന കടമ്പകൾ ഇവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. എന്താണ് ഈ വരുന്നത്, എന്താണ് എന്നാൽ കഴിഞ്ഞ നിയന്ത്രണം എൻ്റെ വാഹനത്തിനുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. പെട്ടെന്നൊരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ ഫ്രണ്ടിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നിനെയും ആക്സിഡൻറ്റ് മറ്റുള്ള വാഹനം ഇപ്പോൾ ഇടിച്ച് അപകടം സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൺട്രോളിൽ പോകുകയാണെങ്കിൽ, അങ്ങനെ മുന്നിലേക്ക് ചാടുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിച്ച് വാഹനം നിർത്താൻ പറ്റും. ഒരു മിതമായ സ്പീഡിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചിന്തയിൽ നിന്നും പിടിച്ചെടുക്കാൻ പറ്റാത്തത്രയും വേഗത്തിലായിരിക്കും പോവുക. എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അല്ലേ? അപ്പം ആരാണെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ, എത്ര വലിയ ഡ്രൈവറാണെങ്കിലും എത്ര കോൺഫിഡൻ്റ് ഉണ്ടെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്നവർക്ക് ഈ ഒരു കൺട്രോൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം ഓരോ ഡ്രൈവർമാരും സ്വയം കൺട്രോൾ ചെയ്തിട്ട് അവനവന് പിടിച്ചാൽ കിട്ടുന്ന വേഗതയിൽ മാത്രമേ വാഹനം കൊണ്ടുപോകാവൂ. ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ തുറക്കുന്നതാണ്, കുരുന്നുകൾ റോഡിലൂടെ നടക്കുന്നതാണ്. അവർക്കറിയില്ല വാഹന നിയമങ്ങൾ, വാഹനം എന്താണെന്ന് അവർക്കറിയില്ല. അവർ കളിച്ചുല്ലസിച്ച് ആർമാദിച്ച് പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രൈവർമാരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു മിതമായ സ്പീഡിൽ, നിങ്ങൾ പിടിച്ചാൽ കിട്ടും എന്നൊരു സ്പീഡിൽ വാഹനം ഓടിക്കുക. ഇത് എല്ലാവർക്കും അറിവിനായി ഷെയർ ചെയ്തു.